motion in a straight line or 1D. So today we are going to study the formulas of motion in a straight line. S displacement, V velocity, U initial velocity, T time taken, A acceleration, G acceleration due to gravity, VAB velocity of A with respect to B, VBA velocity of B with respect to A, mod V speed, V0 initial velocity or velocity at the time t equal to 0. Distance. It is the length of actual path traversed by a body between initial and final position. ഡിസ്റ്റൻസ് എന്താണ്? ഒരു സ്കേലാർ പ്രോപ്പർട്ടിയാണ്. സോ ഇതൊരു പോയിൻ്റാണ്, ഇത് വേറൊരു പോയിൻ്റാണ്. ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ആക്ച്വൽ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ആക്ച്വൽ പാത്തിനെയാണ് നമ്മൾ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതന്നെയാണ് സാധനം. ഞാൻ ഇങ്ങനെ ചുറ്റി വളഞ്ഞു പോയി, അല്ലാതെ ഇങ്ങനെയും പോയി, 2-3 വഴി കൂടെ പോയി. ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഷോർട്ടസ്റ്റ് ലെങ്ത് ബിറ്റ്വീൻ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷൻ. ഇനീഷ്യലും ഫൈനൽ പൊസിഷനും തമ്മിലുള്ള ഷോർട്ടസ്റ്റ് ലെങ്ത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയും. ഇതിന് ഡിസ്റ്റൻസ് എന്ന് പറയാം, ഇതും ഡിസ്റ്റൻസ് ആണ്. പക്ഷേ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുമ്പം ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആണ്. ഇനി സ്പീഡ് എന്ന് പറഞ്ഞാൽ ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പൊസിഷൻ ഓഫ് എൻ ഒബ്ജെക്റ്റ് വിത്ത് ടൈം. അതായത് ഇപ്പം ഞാൻ ഈ പോയിന്റിൽ നിന്നിട്ട് കളർ മാറ്റാം, ഈ പോയിന്റിൽ നിന്നിട്ട് ഈ പോയിന്റിലോട്ട് പോവാണ്. അപ്പം ഞാൻ എടുക്കുന്ന ടൈമില്ലേ, പോകുന്ന ഡിസ്റ്റൻസും വിത്ത് റെസ്പെക്ട് ടു ടൈം, ഇത്ര ടൈമിനനുസരിച്ച് ഞാൻ എത്ര പോകുന്നു അതിനെയാണ് നമ്മൾ സ്പീഡ് എന്ന് പറയുന്നത്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പൊസിഷൻ വിത്ത് റെസ്പെക്ട് ടു ടൈം. പിന്നെ എന്താണ്? ഡിസ്റ്റൻസ് ഒരു സ്കേലാർ ക്വാണ്ടിറ്റിയാണ്. ഡിസ്റ്റൻസ് സ്കേലാർ ആണ്, പക്ഷേ ഡിസ്പ്ലേസ്മെൻ്റ് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. ഡിസ്റ്റൻസ് സ്കേലാർ ആണ്, ഡിസ്പ്ലേസ്മെൻറ്റ് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. ഓക്കെ, അതുപോലെ സ്പീഡും എന്താണ്? ഒരു സ്കേലാർ ക്വാണ്ടിറ്റിയാണ്. ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞാൽ ഫോർ ആൻ ഒബ്ജെക്ട് മൂവിങ് വിത്ത് എ വേരിയബിൾ സ്പീഡ് ദ ആവറേജ് സ്പീഡ് ഇസ് ടോട്ടൽ ഡിസ്റ്റൻസ് പെർ യൂണിറ്റ് ടൈം. ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഡിസ്റ്റൻസ് പെർ യൂണിറ്റ് ടൈം, ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈമിനെയാണ് നമ്മൾ ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത്. ഇൻസ്റ്റൻറ്റേനിയസ് സ്പീഡ്, ദ സ്പീഡ് ഓഫ് ആൻ ഒബ്ജെക്റ്റ് അറ്റ് എ പെർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റ് ഓഫ് ടൈം. ഇപ്പോൾ ഞാൻ ഈ ഒരു പോയിന്റിലുള്ളപ്പോൾ എന്താണ് സ്പീഡ്, അതിനാണ് ഇൻസ്റ്റൻറ്റേനിയസ് സ്പീഡ്. ഒരു പെർട്ടിക്കുലർ പോയിന്റിലെത്തുമ്പോൾ അവിടുത്തെ സ്പീഡ് കാണാനാണ് നമ്മൾ എന്താ പറയുക? ഇൻസ്റ്റൻറ്റേനിയസ് സ്പീഡ് എന്ന് പറയുന്നത്. വെലോസിറ്റി, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പൊസിഷൻ ഓഫ് ആൻ ഒബ്ജെക്റ്റ് വിത്ത് ടൈം. അതായത് ടൈമിനനുസരിച്ച് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പൊസിഷനെയാണ് നമ്മൾ എന്താ പറയുക? വെലോസിറ്റി അല്ലെങ്കിൽ സ്പീഡിൻ്റെ വേറൊരു ടേമാണ് വെലോസിറ്റി. വെലോസിറ്റി എന്താണ്? നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് പറയും പോലെ എന്താണ് പറയുന്നൊരു ടേമാണ്. അതായത് ഡിസ്റ്റൻസ് തന്നെയല്ലേ ഡിസ്പ്ലേസ്മെൻറ്റ്, പക്ഷേ ഇത് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസിനെയാണ് ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത്. അതുപോലെ സ്പീഡ് തന്നെയാണ് വെലോസിറ്റി, പക്ഷേ വിത്ത് റെസ്പെക്ട് ടു എന്താ പറയുക? ഡയറക്ഷന് പറയും. വെലോസിറ്റി എന്ന് പറയുമ്പോൾ ഡയറക്ഷനും കൂടി പറയും. അപ്പോൾ ഇതൊരു എന്താണ്? വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. വെലോസിറ്റി എന്താണ്? ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. വെക്റ്റർ എന്ന് ഇവിടെ ഇല്ല, അപ്പോൾ ഞാൻ പറയാം. വെലോസിറ്റി എന്താണ്? ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. അതല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് പെർ യൂണിറ്റ് ടൈം എന്നും പറയാം. അതായത് V = S/T എന്ന് കൊടുക്കാം. ഓക്കെ, ആവറേജ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ആവറേജ് വെലോസിറ്റി ഈസ് കോൾഡ് അറ്റ് ദ റേഷ്യോ ഓഫ് ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് ടു ടോട്ടൽ ടൈം. അതായത് S1 S2 എന്ന് പറയുന്ന അങ്ങനെ 2 ഡിസ്റ്റൻസ് ഉണ്ട്. ആൻഡ് അവിടേക്കുള്ള ടൈം ടോട്ടൽ ടൈം T ആണെങ്കിൽ ഇതിനെയാണ് നമ്മൾ ആവറേജ് സ്പീഡ് വെലോസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇവിടെ V ആട്ടോ വരേണ്ടത്, അല്ല D ആണ് വരേണ്ടത്. ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. S ഡിസ്റ്റൻസിനാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ ടൈം ഇൻ്റർവെല്ലിൽ ഉണ്ടാകുന്ന വെലോസിറ്റിനെയാണ് നമ്മൾ ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി എന്ന് പറയുന്നത്. ആസ് ലൈക്ക് ഇൻസ്റ്റൻറ്റേനിയസ് സ്പീഡ് അല്ലെങ്കിൽ പോലെ തന്നെയാണ് ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി. ഇനി യൂണിഫോം മോഷൻ. ആൻ ഒബ്ജെക്റ്റ് ഇസ് സെഡ് ടു ബി യൂണിഫോം if it covers equal distance in equal interval of time, however small is this may be. അതായത് ഇതൊരു മോഷനാണ്. ആൻഡ് യൂണിഫോം മോഷൻ എന്ന് പറയണമെങ്കിൽ ഓരോന്നും ഈക്വൽ ഇൻ്റർവെല്ലിൽ ഈക്വൽ ഡിസ്റ്റൻസ് ആണ് കവർ ചെയ്യേണ്ടത്. അതായത് ഇന്ന ടൈം ഇപ്പോൾ 2 സെക്കൻഡിൽ അത് 2 മീറ്റർ കവർ ചെയ്യും, അപ്പോൾ 4 സെക്കൻഡിൽ അത് എത്രയും 4 മീറ്റർ കവർ ചെയ്യും. അങ്ങനെ ഒരു യൂണിഫോം ആയിട്ട് പോകുന്നതിനെയാണ് നമ്മൾ എന്താ പറയുക? യൂണിഫോം മോഷൻ എന്ന് പറയുന്നത്. നോൺ യൂണിഫോം ആണെങ്കിൽ എന്താണ്?
A body is said to be non-uniform motion if it covers unequal interval in equal period of time. Equal period of time ഇപ്പോൾ ടൈം 2, 4, 6, 8 തന്നെയാണ്. പക്ഷേ ഡിസ്റ്റൻസ് ആദ്യം എനിക്ക് നല്ല എന്താ പറയുക, ആദ്യം എനിക്ക് സ്പീഡ് 1 ആയിരുന്നു. പിന്നെ ഞാൻ കുറച്ച് സ്പീഡ് കൂട്ടി 3 എടുത്തു. പിന്നെ ഞാൻ കുറച്ച് ഞാൻ കുഴങ്ങിയപ്പോൾ 2 എടുത്തു. അങ്ങനെ ഡിസ്റ്റൻസ് ടൈം കോൺസ്റ്റൻ്റ് ആയിരിക്കും, യൂണിഫോം ആയിരിക്കും. പക്ഷേ അവിടെ ഉണ്ടാകുന്ന വെലോസിറ്റി ഡിഫറെൻ്റ് ആയിരിക്കും. അതിനാണ് നമ്മൾ നോൺ യൂണിഫോം മോഷൻ എന്ന് പറയുന്നത്. ഓക്കെ. ആക്സലറേഷൻ, the rate of change of velocity of an object with respect to time. ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ v/t ആണ്. വെലോസിറ്റി ബൈ ടൈമിനെയാണ് നമ്മൾ ആക്സലറേഷൻ എന്ന് പറയുന്നത്. ആക്സലറേഷനും ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. ആൻഡ് ഇറ്റ് ഈസ് ചേഞ്ച് ഇൻ വെലോസിറ്റി ഇൻ 1 സെക്കൻഡ്. ഒരു സെക്കൻഡിലുള്ള ചേഞ്ച് ഇൻ വെലോസിറ്റിനെയാണ് നമ്മൾ ആക്സലറേഷൻ എന്ന് പറയുന്നത്. ഫ്രീ ഫോൾ എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ, താഴോട്ടിട്ട് ഒറ്റ വീഴലല്ല, അത് തന്നെയാണ് സംഭവം. When a body is released near the Earth's surface, it accelerates downwards Earth. In absence of air resistance, its velocity continuously increases. The motion of body is called free fall. ഇപ്പം ഇതൊരു ബിൽഡിംഗ് ആണ്. ഈ ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് ഞാൻ ഒരു കല്ല് താഴോട്ടിട്ടാൽ അത് എന്തായിരിക്കും, ഫ്രീ ഫോൾ ആയിരിക്കും. അത് സ്പീഡ് കൂടിക്കൊണ്ടിരിക്കും. ഓക്കെ. ഇനി സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, നേരത്തെ പറഞ്ഞു ഡിസ്റ്റൻസ് ബൈ ടൈമാണ്. വെലോസിറ്റി എന്താണ്, ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈമാണ്. വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, ഡിസ്പ്ലേസ്മെൻറ്റ് ds/dt ആയിരിക്കും. സ്പീഡ് പറഞ്ഞാൽ മോഡ് വെലോസിറ്റി ആയിരിക്കും. ആൻഡ് സ്പീഡ് ഒരു സ്കേലാർ ക്വാണ്ടിറ്റി ആണ്, വെലോസിറ്റി ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്, മാറിപ്പോകരുത്. ആക്സലറേഷൻ v-u/t ആണ്. ചേഞ്ച് ഇൻ വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു ടൈമിനെയാണ് ആക്സലറേഷൻ എന്ന് പറയുന്നത്. സോ v-u/tനെയാണ് ആക്സലറേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ du/dt എന്ന് പറയാം. ഇനി ആവറേജ് വെലോസിറ്റി എന്താണ്? ആവറേജ് വെലോസിറ്റി എന്ന് പറയുമ്പം s1 + s2 + s3 + sn ഡിവൈഡഡ് ബൈ t1 + t2 + t3 എക്സെട്ര tn. ഇതിനെ നമുക്ക് ക്യാപിറ്റൽ T ആയിട്ടും റെപ്രസെൻറ്റ് ചെയ്യാറുണ്ട്. ഓക്കെ. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഇക്വേഷൻസ് ആണ്. ഇത് ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആണ്, വെരി ഈസിയാണ്. v = u + at, v² - u² = 2as, s = ut + ½ at², sn = u + a/2 × 2n - 1. പിന്നെ വെലോസിറ്റി ഓഫ് വിത്ത് റെസ്പെക്ട് ടു ബി എന്ന് പറയുന്നത് va - vb ആയിരിക്കും. വെലോസിറ്റി ഓഫ് ബി വിത്ത് റെസ്പെക്ട് ടു എ എന്ന് പറയുന്നത് vb - va ആയിരിക്കും. ഓക്കെ. ഈ ഇക്വേഷൻസ് ഒക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ്, റിലേറ്റീവ് വെലോസിറ്റി. റിലേറ്റീവ് ചേഞ്ച് ഇൻ സെപ്പറേഷൻ ഓഫ് ടൈം. റിലേറ്റീവ് ചേഞ്ച് ഇൻ ടൈം വിത്ത് റെസ്പെക്ട് ടു ടൈമിനെയാണ് നമ്മൾ റിലേറ്റീവ് വെലോസിറ്റി എന്ന് പറയുന്നത്. ഫോർ എ മോഷൻ അണ്ടർ ഗ്രാവിറ്റി. ഇപ്പം നമ്മൾ ഗ്രാവിറ്റിയിൽ വെച്ചിട്ടാണ് പറയുന്നതെങ്കിൽ, ഇപ്പോൾ എന്തെങ്കിലും ഫ്രീ ഫോൾ അങ്ങനത്തെ ഓരോന്നാണെങ്കിൽ v = u + a പകരം നമ്മൾ യൂസ് ചെയ്യുന്നത് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആയിട്ടുള്ള g ആയിരിക്കും. ഓക്കെ. v = u - gt ആയിരിക്കും. അതായത് ശരിക്കും നമുക്കറിയാം v = u + at ആണ്. ഇപ്പോൾ ഫ്രീ ഫോളൊക്കെ ആണെങ്കിൽ താഴോട്ട് പോകുമ്പം g നെഗറ്റീവ് ആയിരിക്കും. അതുകൊണ്ടാണ് അവിടെ -gt എന്ന് വന്നത്. ഓക്കെ. v² - u² = -2gs ആയിരിക്കും. ആൻഡ് s = ut + ½ at² ആയിരുന്നെങ്കിൽ ഇവിടെ s = ut - ½ gt² ആയിരിക്കും. ആൻഡ് sn എന്ന് പറയുന്നത് u - g/2 × 2n - 1 ആയിരിക്കും. ഓക്കെ. ഇനി ഈ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് കുറച്ച് ഗ്രാഫുകളാണ്. ആൻഡ് ഒബ്ജക്റ്റ് റെസ്റ്റിലായിരിക്കുമ്പം ST ഗ്രാഫ് എന്ന് പറയുന്നത് ഇങ്ങനെ ആയിരിക്കും. ഒബ്ജക്റ്റ് റെസ്റ്റിലാണ്, മൂവ് ചെയ്യുന്നില്ല, ടൈം മാറുന്നുണ്ട്, അപ്പോൾ ഇങ്ങനെ ആയിരിക്കും മൂവ്. ഒബ്ജക്റ്റ് ഇസ് മൂവിങ് യൂണിഫോം വെലോസിറ്റിയിലാണെങ്കിൽ ഇങ്ങനെ ആയിരിക്കും സ്ട്രെയിറ്റ് ലൈൻ ഉണ്ടാവുക. ഓക്കെ. ഇനി ഇങ്ങനെയും പറയാം, ഒബ്ജക്റ്റ് ഇസ് മൂവിങ് വിത്ത് ഇൻക്രീസിങ് വെലോസിറ്റി കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഇൻക്രീസിങ് വെലോസിറ്റി ആട്ടോ. വെലോസിറ്റി കൂടിക്കൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനത്തെ കേർവ് ആയിരിക്കും ഉണ്ടാവുക. പാരബോള എങ്ങനെയായിരിക്കും, ഡിക്രീസിങ് കേർവ് ആകുമ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും പാരബോള ഉണ്ടാവുക. ഓക്കെ. ഇനി അടുത്തത്, ഒബ്ജക്റ്റ് ഇസ് മൂവിങ് വിത്ത് കോൺസ്റ്റൻറ്റ് വെലോസിറ്റിയാണ് കോൺസ്റ്റൻറ്റ്. ഇതുവരെ സ്പീഡ് വെച്ചിട്ടായിരുന്നു പറഞ്ഞത്. ഇനി വെലോസിറ്റി കോൺസ്റ്റൻറ്റ് ആകുമ്പോഴും സെയിം ഗ്രാഫ് തന്നെ ആയിരിക്കും വരിക. വെലോസിറ്റി ടൈം ഗ്രാഫ് ഇതായിരിക്കും.
വെലോസിറ്റി ഇൻക്രീസിങ് ആകുമ്പം ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻക്രീസിങ് ആകുമ്പം ഇങ്ങനെയായിരുന്നെങ്കിൽ വെലോസിറ്റി ഇൻക്രീസിങ് ഇതുപോലെ സ്ട്രെയിറ്റ് ലൈൻ തന്നെയായിരിക്കും, പാരബോളയല്ല. ഡിസ്പ്ലേസ്മെൻറ്റ് ഡിക്രീസിങ് ആകുമ്പോൾ ഇങ്ങനെ ആയിരുന്നെങ്കിൽ ഇവിടെ എന്താണ്, ഇതും ഒരു സ്ട്രെയിറ്റ് ലൈനാണ്, പക്ഷേ ഡിക്രീസിങ് കർവാണ്. ഓക്കെ, റിലേറ്റീവ് വെലോസിറ്റി എന്ന് പറയുമ്പം നമ്മളിത് ഇങ്ങനെ ആയിരിക്കും, ഒരാളെ വെച്ചിട്ട് മറ്റൊരാളുടെ ഗ്രാഫ് വരയ്ക്കും, ഇങ്ങനെ ആയിരിക്കും റിലേറ്റീവ് വെലോസിറ്റി പറയാം. ഇപ്പോൾ വി ബി ഗ്രേറ്റർ ദാൻ വി എ ആണെങ്കിൽ പോസിറ്റീവ് ആയിരിക്കും, വി ബി ആയിരിക്കും കൂടുതൽ. ഇനി വി എ ആണ് ഗ്രേറ്റർ ദാൻ വി ബി ആണെങ്കിലും പോസിറ്റീവ് ആയിരിക്കും. ഇതായിരിക്കും അവിടെ ഉണ്ടാകുന്ന ഗ്രാഫ്. അവിടെ ഒരു ഓവർലാപ്പ് ഉണ്ടാകും. ആ പോയിന്റ് നമ്മൾ പി എന്ന് പറയും. ഈ ഒരു ചാപ്റ്ററിൽ ഇത്ര മാത്രമേ പഠിക്കാനുള്ളൂ. ആൻഡ് ഇറ്റ് ഈസ് വെരി ഈസി ചാപ്റ്റർ. ആ 4 ഇക്വേഷൻസ് ഇല്ലേ, യു ഈക്വൽ ടു വി, എസ് ഇസ് ഈക്വൽ ടു യു പ്ലസ് 80, വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഇസ് ഈക്വൽ ടു 2as. ആ 4 ഇക്വേഷൻ തന്നെ പഠിച്ചാൽ ഈ ചാപ്റ്ററിലെ പ്രോബ്ലംസ് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റിലെ ഡൈമെൻഷണൽ ഫോർമുലാസിൻ്റെ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. ആൻഡ് അത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ അതിൽ നിങ്ങൾ ഫോഴ്സിൻ്റെത് എന്തായാലും പഠിച്ചു വെക്കണം. ഫോഴ്സ്, ആക്സലറേഷൻ, വെലോസിറ്റി ഒക്കെ എന്തായാലും പഠിച്ചു വെക്കണം. ബിക്കോസ് സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരിക. നിങ്ങൾക്ക് ഇതുവരെ +2 ഒന്നും അറിയില്ലെങ്കിലും അതെങ്കിലും പഠിച്ചു വെക്കുക. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും കുറച്ച് മാർക്കെങ്കിലും കിട്ടും. ഓക്കെ, പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്തുകൊണ്ടിരിക്കുക. എന്തായാലും ബുക്ക് നോക്കിയിട്ടെങ്കിലും ആൻസേഴ്സ് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ.